ചവിട്ടി തിമിർത്ത് വരിക കാളക്കൂട്ടനെ പോലെ. ഇവിടെ ഇരുന്ന എനിക്ക് ചൊറിഞ്ഞു വരും. സ്ഥലം വിട്ടെങ്കിൽ പോണ്ടാരും. ലോക്കൽ ഗൂർക്ക എവിടെ? അഴകിയ രാവണ പോലെ ഇതൊക്കെ വെച്ചോണ്ട് അങ്ങോട്ടാ. നാട്ടിൽ നിന്ന് വരവ് പെട്ടെന്നായതുകൊണ്ട് ഈ ബ്രഷും പേസ്റ്റും ഒക്കെ അതൊക്കെ വാങ്ങണം. അതിന് പൈസ എന്റേതായ പൈസ ഇല്ല. അയ്യോ അമ്മാവൻ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ ഞാൻ അമ്മാന്റെ അടുത്ത് വാങ്ങിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു സിനിമയും കണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ വരൂ. ഇവിടെയൊക്കെ തന്നെ കാണണം. ഈ ഗേറ്റ് പൂട്ടരുത്. പൂട്ടിയാൽ ഞാൻ ഗേറ്റ് ചാടും. ബൈ. നനഞ്ഞെടുത്ത് കുഴിയല്ല കുളം തോണ്ടും. ഇവനെ കണി കണ്ടോ അന്ന് കുടിവെള്ളം മുട്ടി. ഇതാരും ദില്ലാർ സാറ്. എന്തെത്ര സംശയം? ഞാൻ എന്റെ പേര് മാറ്റി. ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങ് നിന്ന് പോയ. ആവശ്യമുള്ളത് ഓർത്തില്ല. ഇന്നത്ര തീയതി കലണ്ടർ നോക്കണോ? കലണ്ടറിൽ ഒക്ടോബർ. അപ്പൊ നാളെയോ? കലണ്ടർ നോക്കണോ? ഒക്ടോബർ 2. വേണ്ട, ഇത് വേണ്ടായിരുന്നു. എന്തിനാ സാറേ ഈ ബോണസ്? എടോ നാളെ ഗാന്ധി ജയന്തിയാ. കള്ളുകാരൊക്കെ നാളെ അവധിയാ. അതുകൊണ്ട് താനിപ്പോ പോയി മറ്റവൻ ഒരു ഫുള്ള് സ്റ്റോക്ക് ചെയ്ത്. പതിപോലെ സാറ് കൂടെ വരുന്നില്ലേ? ഇല്ലടോ, ഞാൻ ഈ കള്ളുകാരുടെ മുമ്പിൽ ക്യൂ നിൽക്കണത് വൈഫിന്റെ ഓഫീസിലെ വല്ല ഗസറ്റ് സംഭവിക്കലും കണ്ട കുടുംബകലഹവും മാനഹാനിയ ഫലം. അതെനിക്കറിയാല. പിന്നെ സാധനം താൻ തന്നെ സൂക്ഷിച്ചാ മതി. ശരി സാർ. എടോ എന്താ സാർ? പിന്നെ ഒരു പ്രധാന കാര്യം, ആക്രാന്തം മൂത്ത് മുഴുവൻ വലിച്ചു കയറ്റില്ല. ഫൈനാൻസിയർ എന്നെ മറന്നു പോകരുത്. ഒരു പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രക്രിയ രഹസ്യമായി തുടരാം. താൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ തന്നെ വിശ്വസിക്കുന്നു. ഡബിൾ ഓക്കേ. സമയം കളയണ്ട, എനിക്ക് വർക്കാറായി. ഞാൻ ഫ്ലാറ്റിലുണ്ടാവും. എന്നെ ഇന്റർകോമിൽ ബന്ധപ്പെട്ട മതി. ദരിദ്രവാസിയും പരമ പാരയാണെങ്കിലും എന്റെ മരുമോനെ കണി കണ്ട കുടിവെള്ളം മുട്ടുകയില്ല. ஐயோ இந்த ஆல் இந்தியா ரேடியோ சிலோன் கிடைக்கிறதே இல்ல. இதோடா வினுவுக்கு உறக்கம் வந்துகிட்டே இருக்கு. പായം തലേനെ എടുത്ത് ടെറസിലെങ്ങാനും പോയി കിടക്ക്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി നിർത്തി. ஆமா ஆமா இந்தல ஒட்டு உறங்கிட்டே இல்ல. சேட்டா வாடகைக்கு ஆள்கார் வந்தா திறந்து கட்டுறதுக்காக பிள்ளை சார் சாவி கொடுத்திருக்காருல, இவரு அங்க போய் உறங்கட்டுமே. എനിക്ക് മനസ്സില്ല. അമ്മായി, അമ്മായിക്കും മക്കൾക്കും അമ്മാവനും നാട്ടിലേക്ക് പോകണ്ടേ? അവിടുന്ന് പലർക്കും ഇങ്ങോട്ട് വരണ്ടേ? പിന്നെ അമ്മായി, ഈ കോഴി അടയിരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടയാ? അത് എന്നാ അട? ആടടയല്ല, കോഴിയട. കോഴിയടയാ? അത് അങ്ങനെ ഒരു അടയുണ്ട്. നീ വായടാ. വല്ലി, നീ ആ താക്കോലിങ്ങട്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തു വലിയ വീട്. ഇതൊന്നും കൈകാര്യം ചെയ്യരുത്. ഫോൺ അവിടെ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനങ്ങളും തുടരുത്. നേരം പരപരാ വെളുക്കുമ്പോ ആരും കാണാതെ നേരെ ടെറസിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ പണി പോവും. എത്തിക്കോളാം. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ബാത്റൂമും കക്കൂസും ഒക്കെ ഉപയോഗിക്കുമ്പോ ദയവ് ചെയ്ത് സുഗന്ധം സൃഷ്ടിക്കരുത്. ഞാൻ കൃതാർത്ഥനായി. ഈ ക്ലോക്കിലുള്ള ബാറ്ററി മാറ്റാറില്ലേ? എന്താ പ്രശ്നം? അല്ല, സമയം സന്ധ്യയായി. മണി 4 ഉള്ളൂ. ഒരെണ്ണം അടിക്കണമല്ലോ. നീ ഒരെണ്ണം തന്നാ മതി. ബാക്കി മേനസാറ് പറഞ്ഞ പോലെ ആഹാരത്തിന് മുമ്പ് തന്നാ മതി. സാറ് പറഞ്ഞ നമ്മ അനുസരിക്കണല്ലോ. പിള്ളേരും എന്നെ കുമ്പ് വരണം എടുത്തു. മക്കള് സ്കൂളിൽ നിന്ന് വന്നാ റൂമിൽ പോയിരിക്കട്ടാ. അമ്മ പാലുകൊണ്ട് വരുവട്ടാ. താക്കോൽ ഇവിടെ തന്നെയുണ്ട്. കഴിച്ചിട്ടുള്ള യാത്ര അത്ര ശരിയല്ല. ഞാനൊന്നേ ഈവനിങ് വാക്ക് നടത്തിയിട്ട് വരാം.
അപ്പൊ നിനക്ക് എന്നെ മനസ്സിലായി. സത്യം പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവും? നിന്റെ ഷേപ്പ് ആകെ മാറിപ്പോയില്ലേ. പോരാത്തന്നെ ചേരാത്തൊരു കൂളിംഗ് ഗ്ലാസും. അതൊക്കെ ഒരു നമ്പർ അല്ലേ മോളെ. എന്താ ഇവിടെ? എനിക്കിവിടെ ഒരു ജോലി കിട്ടി, കേരള TV ന്യൂസ് റീഡർ. വെരി ഗുഡ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ? പിന്നെ ഒരു 5 വർഷമായി കാണും. നിനക്കെന്താ ജോലി? ഞാൻ ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പാവം ക്ലർക്കാ എന്റെ ന്യൂസ് റീഡറെ. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, സീ യു. ബൈ ബൈ. ഗ്യാസ് സ്റ്റൗ இந்த பக்கம் போ. ആരാ? ശേഖരേട്ടനല്ലേ? അതെ, ഇത് ബി ബ്ലോക്കിലെ ന്യൂസ് റീഡർ അല്ലേ? What a surprise. അപ്പോ ചേട്ടനെന്നെ മനസ്സിലായി. കുട്ടിയുടെ അച്ഛൻ ഇന്നലെയും വന്നിരുന്നു. സകല വിവരങ്ങൾ എന്നോട് പറഞ്ഞിട്ടാ പുള്ളി പോയത്. ശേഖരേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാ ഈ മതി. സാധനങ്ങളൊക്കെ ഒന്ന് ഫ്ലാറ്റിൽ എത്തിക്കണം. ഇത്രേ ഉള്ളു. എപ്പ എത്തിച്ചു ചോദിച്ചാ മതി. എന്താ പറഞ്ഞ? ഉടനെ എത്തിച്ചോളാമെന്ന്. ആ പിന്നെ ആ. ഇന്ന് ഞാൻ കേരള TV വാർത്ത വായിക്കുന്നുണ്ട്. ചേട്ടൻ കാണണം. കാണാം. ഇന്നത്തെ വാർത്ത കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. ആ, ഫ്ലാറ്റൊക്കെ കഴി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. എന്നാ കുട്ടി ചെന്നോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. ആ, ബി ബ്ലോക്കിലെ ന്യൂസ് റീഡർ നാളെ വരും. നീ രാവിലെ പോയി ആ ഫ്ലാറ്റൊക്കെ ഒന്ന് കഴി വൃത്തിയാക്കിയിടണം. വല്ലപ്പോഴും അഡ്വാൻസ് ആയിട്ട് വെട്ടുമേനി കിട്ടുന്ന. എന്നാ പിന്നെ നാളെ രാവിലെ ഫസ്റ്റ് ക്ലീനിങ് അവിടെ തന്നെ. ആഹാ, അപ്പൊ ഇന്ന് രാത്രി എനിക്ക് അടക്കടക്കാം. എന്റെ ഒരു ഭാഗ്യമേ. ആ, അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട. ഒരിക്കലും ഒരു സൗജന്യം ചെയ്തു എന്ന് വെച്ച് നീ അതൊരു അവകാശമാക്ക. അത് അമ്മാവാ, ആളില്ലാത്ത ഫ്ലാറ്റിൽ ഒരു രാത്രി ഉറങ്ങി വെച്ച് ബിൽഡിംഗ് ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. എന്തായാലും ശീലം അത്ര നല്ലതല്ല. നീ ആ ടെറസിന്റെ മൂലം എങ്ങനെ പോയി കിടക്കും. ആ, എന്നാ പിന്നെ അമ്മാവന്റെ കട്ടിലേക്ക് കിടന്നോളാം. ആ, അങ്ങനെ ഈ കട്ടിലിട്ട് നീ പനിക്കണ്ട. ആ, പിന്നെ ഞാൻ എവിടെ കിടക്കും? നീ എവിടെയെങ്കിലും പോയി കിടക്കടാ. അതല്ല ഞാൻ ഫ്ലാറ്റിൽ പോയി കിടന്നോളാം പറഞ്ഞു. ഛേ, റാസ്കൽ. നിന്നോട് മലയാളത്തിലേ പറഞ്ഞ പറ്റിയില്ലാന്ന്. പണ്ടാരോടങ്ങി ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല. ഇരിക്കൂ, ഞാൻ പറയാം. എന്താ ചേട്ടാ, വിനു പാവം തന്നെ, അവര് അങ്ങ് പോയി കിടക്കട്ടുമേ. എന്നാ പിന്നെ ഇവന് കുപ്പിപ്പാൽ കൊടുത്ത് എടുത്ത് തൊട്ടിലോട്ട് കിടത്തി രാരിരോ പാടി ഉറക്ക്. അതും ചേർത്താ ദേഷ്യം വന്നാ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം കിട്ടിയ താനാ കൺട്രോൾ ആയിക്കോളും. ഇവന്റെ ഒരെണ്ണം കിട്ടി ഞാൻ വണ്ടി കയറിയ വാഴപ്പണ്ടി പോലെ ആവും. എന്താ ചേട്ടാ നീங்க உரல்ல போட்ட உலக்க மாதிரி அப்படியே நிக்கிறீங்க? சாவி எடுத்து கொடுங்க சேட்டா. ചാവിയിട്, கொடுங்க, கொடுங்க. ചാവിയിട്. വീണ്ടും പഠിക്കാം. Good boy.